ദാരിദ്ര്യത്തിന്റെ കയ്പുനീർ കുടിച്ച് ഒരു ഗതിയുമില്ലാതെ സ്വന്തം ചോരയെ മനസ്സില്ലാ മനസ്സോടെ ഒരമ്മയ്ക്ക് അനാഥാലയത്തിൽ ഏൽപ്പിച്ചു പോരേണ്ടി വന്നു. എല്ലാ മാസവും മധുര പലഹാരങ്ങളുമായി 3 വയസ്സുള്ള തന്റെ മകനെ കാണാൻ അമ്മ എത്തുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു ദിവസം അവിടെ എത്തിയ അമ്മ കാണുന്നത് മകനെ ഏൽപ്പിച്ച അനാഥാലയം തന്നെ അവിടെയില്ല. ഒടുവിൽ മനസ്സ് മരവിച്ച ആ അമ്മ അവിടെ നിന്നും വണ്ടി കയറുന്നു. അങ്ങനെ നീണ്ട 15 വർഷങ്ങൾക്കിപ്പുറം തന്റെ രണ്ടാമത്തെ ഭർത്താവിന്റെ സഹായത്തോടെ സ്വന്തം മകനെ ആ അമ്മയ്ക്ക് തിരിച്ചു കിട്ടുന്നു. അതും ഒരുപാട് നിയമയുദ്ധങ്ങൾക്കൊടുവിൽ. അതിന് കാരണമായതാകട്ടെ അപ്രതീക്ഷിതമായി ചിതലരിച്ച ഫയലുകൾക്കിടയിൽ നിന്നും കിട്ടിയ ഒരു ഫോട്ടോയാണ്. സോഷ്യൽ മീഡിയയുടെ കണ്ണു നിറയിച്ച ഈ അമ്മയുടെയും മകന്റെയും പുനഃസമാഗമത്തിന്റെ കഥയാണിത്. ഈ കഥ നിങ്ങളുടെയും കണ്ണുകൾ ഈറനണിയിക്കുമെന്നത് തീർച്ചയാണ്. കോട്ടയം കിടങ്ങൂർ സ്വദേശികളായ ദാമോദരൻ ജാനകി ദമ്പതികളുടെ 10 മക്കളിൽ ഒരാളായിരുന്നു പുഷ്പ. വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് 5ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ പുഷ്പ 18ാമത്തെ വയസ്സിൽ അയൽവാസിയായ ബിജു എന്ന യുവാവുമൊത്ത് ഒളിച്ചോടി വിവാഹം കഴിക്കുന്നു. വിവാഹശേഷം പുഷ്പ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. കുടുംബ പ്രശ്നങ്ങൾ കാരണം ഭർതൃവീട്ടിൽ നിൽക്കാൻ സാധിക്കാതെ വന്നതോടെ പിന്നീട് സ്വന്തം വീട്ടിൽ തന്നെ അഭയം തേടേണ്ടി വന്നു. അമ്മയുടെ മരണശേഷം വീട്ടുകാർക്ക് ഒരു അധിക പറ്റാണെന്ന് തോന്നിയതോടെ കുഞ്ഞുമായി അവിടെ നിന്നും ഇറങ്ങി. ഇതിനിടയിൽ ഹൃദയാഘാതം വന്ന ഭർത്താവ് കൂടി മരണപ്പെട്ടതോടെ പുഷ്പയും കുഞ്ഞും ഒറ്റപ്പെട്ടുപോയി. അങ്ങനെ വീട് വിട്ടിറങ്ങിയ പുഷ്പയ്ക്ക് സുഹൃത്തിന്റെ സഹായത്തോടെ കാസർഗോഡ് ഒരു വീട്ടിൽ ഹോം നേഴ്സായി ജോലി ലഭിച്ചു. എന്നാൽ കുഞ്ഞുമായാണെങ്കിൽ ജോലിക്ക് വരേണ്ട എന്നതായിരുന്നു ആ വീട്ടുകാരുടെ നിബന്ധന. പക്ഷേ കുഞ്ഞിനെ നോക്കണമെങ്കിൽ ജോലി അത്യാവശ്യമാണ് താനും. അങ്ങനെയാണ് പുഷ്പയെ കോട്ടയം ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഫാത്തിമാപുരം അൽഫോൺസ സ്നേഹാനിവാസിലേക്ക് എത്തിക്കുന്നത്. മകനെ അനാഥാലയത്തിൽ ഏൽപ്പിക്കാൻ പുഷ്പയ്ക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജീവിതം മുന്നോട്ടു പോകണമെങ്കിൽ അത് അനിവാര്യമായി വന്നതോടെയാണ് മനസ്സില്ലാ മനസ്സോടെ പുഷ്പ കുഞ്ഞിനെ അവിടെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നത്. തുടർന്ന് 3 വയസ്സുള്ള മകനെയും കൂട്ടി പുഷ്പ തീവണ്ടി കയറി. ട്രെയിൻ ചങ്ങനാശ്ശേരിക്ക് അടുക്കുന്തോറും പുഷ്പ മകനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ മകനോട് വിട പറയണം. ആ സമയം പുഷ്പയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഹൃദയം പറിച്ചു കൊടുക്കുന്ന വേദനയോടെ ആ പെറ്റമ്മ തന്റെ അപ്പൂസിനെ സ്നേഹാനിവാസിലെ സിസ്റ്റർമാർക്ക് കൈമാറി. അവരും അവനെ അപ്പൂസ് എന്ന് തന്നെ വിളിച്ചു. പിന്നീട് കാസർഗോഡ് നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് മാസത്തിലൊരിക്കൽ അപ്പൂസിനെ കാണാനായി മധുര പലഹാരങ്ങളുമായി അമ്മ എത്തുമായിരുന്നു. മാസത്തിലൊരിക്കൽ വരുന്ന അമ്മയെ കാണാനായി മകനും ആകാംക്ഷയോടെ കാത്തിരിക്കും. എന്നാൽ അതിനിടയിലാണ് പുഷ്പ ജോലി ചെയ്തിരുന്ന വീട്ടിലെ അമ്മയ്ക്ക് അസുഖം കൂടുതലാകുന്നത്. അവർ കിടപ്പിലായതോടെ ചങ്ങനാശ്ശേരിയിലേക്കുള്ള യാത്രകൾ മുടങ്ങാൻ തുടങ്ങി. പിന്നീട് മാസങ്ങൾക്ക് ശേഷം ആ സ്ത്രീയുടെ മരണശേഷമാണ് പുഷ്പയ്ക്ക് സ്വന്തം മകനെ കാണാനായി അവിടെ നിന്നും പോരാൻ കഴിഞ്ഞത്. എന്നാൽ സ്നേഹാനിവാസിലെത്തിയ പുഷ്പ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. സ്നേഹാനിവാസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് അപ്പോൾ പുഷ്പ കാണുന്നത് ഒരു റെയിൽവേ ട്രാക്ക് മാത്രമാണ്. പുഷ്പയുടെ കണ്ണിൽ ഇരുട്ട് കയറിയ നിമിഷം. എന്ത് ചെയ്യണമെന്നറിയാതെ സമീപവാസികളോടെല്ലാം തിരക്കിയെങ്കിലും അത് എങ്ങോട്ടാണ് മാറ്റിയതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഹൃദയം തകർന്നു പോയ ആ അമ്മ മകനായി കരുതിയ മധുര പലഹാരങ്ങൾ അവിടെ ഉപേക്ഷിച്ച് തിരിച്ച് കാസർഗോഡേക്ക് തന്നെ വണ്ടി കയറി. അന്നു മുതൽ തന്റെ മകനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നത് മാത്രമായിരുന്നു ആ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത്. കാസർഗോഡ് നിന്നും തിരിച്ച് നാട്ടിലെത്തിയ ശേഷം ബന്ധുക്കളുടെ സഹായത്തോടെ ചെറിയ ജോലികളൊക്കെ ചെയ്ത കുറച്ചു വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഇതിനിടയിൽ പുഷ്പ ഭക്തിയിൽ ആശ്വാസം കണ്ടെത്താനായി ശ്രമം ആരംഭിച്ചു. സ്ഥിരമായി ക്ഷേത്ര സന്ദർശനങ്ങൾ നടത്തി. എല്ലായിടത്തും പുഷ്പയുടെ പ്രാർത്ഥന തന്റെ മകനെ കണ്ടെത്തി തരണമേ എന്നത് മാത്രമായിരുന്നു. അങ്ങനെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പതിവ് സന്ദർശകയായി പുഷ്പ മാറിയിരുന്നു. പതിവായി കരഞ്ഞ് അമ്പലത്തിലെത്തി പ്രാർത്ഥിക്കുന്നത് കണ്ട പുഷ്പയെ അമ്പലത്തിന് സമീപം ലോട്ടറി കച്ചവടം നടത്തുന്ന കുഞ്ഞപ്പൻ ശ്രദ്ധിക്കാനിടയായി. തുടർന്ന് കാര്യം തിരക്കിയതോടെ തന്റെ മകനായുള്ള അന്വേഷണത്തിലാണെന്ന കാര്യം പുഷ്പ കുഞ്ഞപ്പനെ അറിയിച്ചു. ഭാര്യ നഷ്ടപ്പെട്ട കുഞ്ഞപ്പന് 2 ആൺമക്കളുണ്ടായിരുന്നു. പരിചയത്തിലായ ശേഷം ഒരു ദിവസം കുഞ്ഞപ്പൻ പുഷ്പയെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. മകനെ കണ്ടുപിടിക്കാൻ താൻ സഹായിക്കാമെന്ന് പുഷ്പയ്ക്ക് കുഞ്ഞപ്പൻ വാക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ ഏറ്റുമാനൂരപ്പന്റെ സന്നിധിയിൽ വെച്ച് പുഷ്പ കുഞ്ഞപ്പന്റെ കൈ പിടിച്ചു. വിവാഹശേഷം കുഞ്ഞപ്പൻ പറഞ്ഞ വാക്ക് പാലിക്കാനും വിട്ടുപോയില്ല. കുഞ്ഞപ്പൻ പുഷ്പയുടെ മകനെ തേടിയിറങ്ങി. അപ്പോഴേക്കും വർഷങ്ങളേറെ കടന്നുപോയിരുന്നു. നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ അൽഫോൺസ സ്നേഹാനിവാസ് എന്ന സ്ഥാപനം വാകത്താനത്തേക്ക് മാറ്റിയെന്ന് കുഞ്ഞപ്പൻ അറിയാൻ സാധിച്ചു. എന്നാൽ അവിടെ എത്തിയപ്പോൾ കുട്ടികളെ നെടുങ്കുന്നത്തേക്ക് അയച്ചിരുന്നു എന്നാണ് അറിഞ്ഞത്. തുടർന്ന് കുഞ്ഞപ്പനും പുഷ്പയും അവിടേക്കെത്തി. പക്ഷേ അങ്ങോട്ടേക്ക് എത്തിച്ച കുട്ടികളിൽ അപ്പൂസിനെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. അന്ന് ചുമതലയുണ്ടായിരുന്ന സിസ്റ്റർ ഡൽഹിയിലേക്ക് സ്ഥലം മാറിപ്പോവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെയൊരു കുട്ടിയെ അറിയുകയുമില്ല. പിന്നീടാണ് 12 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ സർക്കാർ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റുമെന്ന നടപടിക്രമം അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് കുഞ്ഞപ്പനും പുഷ്പയും കൂടി കോട്ടയം തിരുവഞ്ചൂരിലുള്ള ചിൽഡ്രൻസ് ഹോമിലേക്കെത്തി. അവിടേക്ക് കാലെടുത്ത് വെച്ച സമയത്ത് 3-4 കുട്ടികൾ പടിയിറങ്ങി താഴേക്ക് വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ടതും പുഷ്പ എന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് ഒരു കുട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അതെ, ഇത്രയും നാൾ പുഷ്പ അന്വേഷിച്ച സ്വന്തം മകൻ അപ്പൂസിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ അമ്മ തിരിച്ചറിഞ്ഞിരുന്നു. 13 വർഷങ്ങൾക്ക് ശേഷമാണ് ആ സമാഗമം എന്നോർക്കണം.
മകൻ എത്ര വളർന്നാലും സ്വന്തം ചോരയല്ലേ, ഏതൊരമ്മയ്ക്കാണ് മനസ്സിലാകാതിരിക്കുക. തുടർന്ന് ചെറുപ്പത്തിലെ മകന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മുറിപ്പാട പരിശോധിക്കുകയും കൂടി ചെയ്തപ്പോൾ അത് തന്റെ അപ്പൂസ് തന്നെയാണെന്ന് ഉറപ്പിക്കാനും സാധിച്ചു. പക്ഷേ മകനെ അമ്മ കണ്ടെത്തിയെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എളുപ്പമായിരുന്നില്ല. മകൻ തന്റേതാണെന്ന് തെളിയിക്കുന്ന യാതൊരു രേഖകളും പുഷ്പയ്ക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല പുഷ്പയ്ക്ക് പോലും അന്ന് തിരിച്ചറിയൽ രേഖകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് മകന്റെ ഒരു ജനന സർട്ടിഫിക്കറ്റ് മാത്രമാണ്. എന്നാൽ അതിലാണെങ്കിൽ അച്ഛന്റെ പേര് തെറ്റായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതൊന്നും കൂടാതെ മകനാണെങ്കിൽ അമ്മയെ തിരിച്ചറിഞ്ഞതുമില്ല. ഇതെല്ലാം അവിടുത്തെ സൂപ്രണ്ട് വളരെ നിസ്സഹായാവസ്ഥയിൽ ആ അമ്മയോട് വെളിപ്പെടുത്തി. നിന്റെ അമ്മയാ മോനെ ഞാൻ എന്ന് പറഞ്ഞ് മകന് മുന്നിൽ ആർത്തുലച്ചുകൊണ്ട് കണ്ണീരോടെ പുഷ്പ നിന്നു. എന്നാൽ പരിഭ്രമത്താൽ അപ്പൂസ് ഒന്നും തന്നെ മിണ്ടാതെ മാറി നിൽക്കുകയായിരുന്നു. പിന്നീട് പുഷ്പയുടെ കയ്യിൽ നിന്നും ജനന സർട്ടിഫിക്കറ്റ് കോപ്പി വാങ്ങിവെച്ച് സൂപ്രണ്ട് അവരെ യാത്രയാക്കി. സ്നേഹാനിവാസിലെ രജിസ്റ്റർ പ്രകാരം 12 വയസ്സുള്ളപ്പോഴാണ് അപ്പൂസിനെ തിരുവഞ്ചൂർ ചിൽഡ്രൻസ് ഹോമിലാക്കുന്നത്. 18 വയസ്സായി കഴിഞ്ഞാൽ അവിടെ നിന്നും ആഫ്റ്റർ കെയർ ഹോമിലേക്ക് മാറ്റണം എന്നതാണ് നിയമം. അതിനായുള്ള നടപടികൾ നടക്കുന്നതിനിടയിലാണ് പുഷ്പ അവിടേക്കെത്തുന്നത്. ഈ വിവരമറിഞ്ഞ അവിടുത്തെ കെയർടേക്കറായ ബാബുരാജ് സ്വന്തം നിലയിലുള്ള ഒരു അന്വേഷണം ആരംഭിച്ചു. എന്നാൽ അപ്പോഴേക്കും അദ്ദേഹത്തിന് സ്ഥലമാറ്റം കിട്ടി പോവുകയും ചെയ്തു. എന്നാൽ പുതിയതായി എത്തിയ സൂപ്രണ്ടായ ബിനു കുര്യനോട് ബാബുരാജ് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. പുഷ്പയുടെ കഥയറിഞ്ഞ ബിനുവും എങ്ങനെയെങ്കിലും മകനെ അവരുടെ അടുത്തേക്ക് എത്തിക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെയാണ് ബിനു പുഷ്പയെ വീണ്ടും വിളിപ്പിക്കുന്നത്. ശേഷം അമ്മയ്ക്കും മകനും കൂടി ഏറെ നേരം ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ അവസരം നൽകുകയും ചെയ്തു. അങ്ങനെ പുഷ്പയുടെ ആ വേദന നിറഞ്ഞ ജീവിതം അവർക്ക് ബോധ്യമായി. തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് പുഷ്പയുടെ പരാതിയെത്തി. അവിടുത്തെ ജീവനക്കാരും പ്രത്യേക താൽപ്പര്യമെടുത്ത് ഈ കുട്ടിയുടെ രക്ഷാകർതൃത്വം തേടി പോവുകയായിരുന്നു. തുടർന്ന് ബാബുരാജിന് തന്നെ അപ്പൂസിന്റെ ഫയൽ കൈകാര്യം ചെയ്യാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു. ആ തീരുമാനമാണ് അപ്പൂസിന് തന്റെ അമ്മയെ തിരിച്ചു കിട്ടാൻ കാരണമായത്. ബാബുരാജ് പല ഫയലുകളും അന്വേഷിച്ച് നടന്നെങ്കിലും ആദ്യമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് നെടുങ്കുന്നത്ത് അൽഫോൺസ ഭവനിലേക്ക് ബാബുരാജ് എത്തുന്നത്. അവിടുത്തെ പഴയ അലമാറയിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഒരു ഫയലിൽ നിന്നും പഴയ ഒരു ഫോട്ടോ താഴേക്ക് വീഴുന്നത്. ആ ഫോട്ടോയായിരുന്നു പുഷ്പയ്ക്ക് വേണ്ടി ദൈവം കത്തുവെച്ച വെളിച്ചം. പണ്ട് പുഷ്പ കുഞ്ഞിനെ അവിടെയാക്കി പോന്ന ശേഷം ഒരു ദിവസം കാണാനായി എത്തിയ സമയത്ത് അവിടുത്തെ സിസ്റ്റർക്ക് തോന്നിയ ഒരു കൗതുകത്തിലെടുത്ത ഫോട്ടോ ആയിരുന്നു അത്. ആ ഫോട്ടോ കണ്ടതോടെ ബാബുരാജിന് പിന്നെ മറ്റൊന്നും തന്നെ ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ആ ഫോട്ടോ തെളിവായി സ്വീകരിച്ച് പിന്നീട് ഡോക്ടർ അരുൺ കുര്യൻ അപ്പൂസിന്റെയും അമ്മയുടെയും DNA പരിശോധനയ്ക്ക് അനുവാദം നൽകി. അങ്ങനെ DNA പരിശോധനാഫലം പോസിറ്റീവായി വരികയും മകൻ അമ്മയ്ക്ക് സ്വന്തമാവുകയും ചെയ്തു. 15 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് പുഷ്പയ്ക്ക് സ്വന്തം മകനെ ഒന്ന് താലോലിക്കാനുള്ള അവസരം ലഭിച്ചത്. എല്ലാത്തിനും കൈത്താങ്ങായി പുഷ്പയുടെ ഭർത്താവായ കുഞ്ഞപ്പനും കൂടെയുണ്ടായിരുന്നു. ഇപ്പോൾ അപ്പൂസിന് 21 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ പാലാക്കടുത്ത് കടപ്ലാമറ്റത്താണ് ഇവർ താമസിക്കുന്നത്. ചിൽഡ്രൻസ് ഹോമിൽ വെച്ച് 10ാം ക്ലാസ് പാസ്സായ അപ്പൂസ് സർക്കാർ ഫുഡ് ക്രാഫ്റ്റ് കോഴ്സ് പൂർത്തിയാക്കിയിരുന്നു. പിന്നീട് KTDC ഹോട്ടലിൽ ജോലി ലഭിക്കുകയും ചെയ്തു. ഇന്ന് സന്തോഷത്തോടെ അവർ ഒരു വീട്ടിൽ കഴിയുന്നു. സ്നേഹത്തിന് മരണമില്ലെന്നും പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്നും തെളിയിക്കുന്നതാണ് ഇവരുടെ ജീവിതകഥ. ഇവരുടെ ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ.